അന്നേരം ഞാൻ വിചാരിച്ചു ഈ പറയട്ടെ തള്ളയോട് 4 പറയണോന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരാളിനെ അത് ചാനൽ കാണുന്നവർക്ക് എന്തായാലും അറിയാം. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാല്. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 4 അങ്ങോട്ട് പറയാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വന്നത്. അപ്പൊ കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ 4 പറയാനുള്ളതെന്ന്. ആ 4 എനിക്ക് തരച്ചിരിക്കുകയാണ്, പറയാതെ നിവൃത്തിയില്ല കേട്ടോ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടാ, ഇതാണ് ദീപ്തി ടീച്ചർ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനല് ദീപ്തി ടീച്ചർ, ദീപ്തി സീതത്തോട്. പുള്ളിക്കാരത്തിയുടെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. കൂടുതൽ അതിനെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരാളെ പറ്റി പറയാനുണ്ട്, നമ്മുടെ സ്വന്തം റാണിയക്ക. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ റാണിയക്കാനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരുപാട് പേര് ആ വീഡിയോ കണ്ടതാണ്. കൂടുതലൊന്നും ഞാൻ ഈ റാണിയക്കയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ സ്ത്രീ, അപ്പൊ ഈ പുള്ളിക്കാരിയുടെ സ്ഥിരം പരിപാടി എന്താന്ന് വെച്ചാൽ ഫാമിലി വ്ലോഗേഴ്സിന്റെ എല്ലാം ചാനലിൽ കയറിയിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ വന്ന് പച്ചത്തെറി, സ്ത്രീകളെയും കുട്ടികളെയും വന്ന് പച്ചത്തെറി പറയും. ഇതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതിന്റെ പേരിൽ അവരെനിക്കിട്ടും ഒന്ന് പണിത്. കാര്യം എന്റെ അടുത്ത് എനിക്കൊരു ഇത്, ഞാൻ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എനിക്ക് വന്ന കമന്റ് ആണത്. അപ്പൊ കഴിഞ്ഞ ദിവസം അവർ എനിക്കിട്ട ഒരു കമന്റ് ആണ്. ഞാൻ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ അതിനായിട്ട് അവർ അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോയ്ക്ക് ഞാൻ താഴെ കമന്റ് ഇടുമോ? നിങ്ങളുടെ ചാനൽ കാണാറില്ല, എന്നെ പറയാൻ യാതൊരു അർഹതയും ഇല്ല. തനിക്ക് വല്ലതും പറയണമെങ്കിൽ തന്റെ ഭർത്താവിനോട്, തന്റെ അമ്മയോടോ തന്റെ വീട്ടുകാരോടോ പോയി പറ. എന്നോട് പറയാൻ വന്നാൽ നിന്റെ ചെവിക്കൽ ഞാൻ അടിച്ചു പൊളിക്കും. അതുകൊണ്ട് മലയുടെ ഭാഷയിൽ വേണം സംസാരിക്കാൻ. കേട്ടോ, നിന്റെ ചാനൽ പോലും ഞങ്ങൾ ഇന്നുവരെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അമലും അവന്റെ ഭാര്യ ഒരു വ്യഭിചരിച്ചു നടക്കുന്ന അലവലാതിയും കൂടി ഇടുന്ന തെമ്മാടിത്തരം കണ്ടിട്ട് നീ ഇരുന്ന് ഒരു തെറിയാണ് പറയണ്ട. കേട്ടോടി അലവലാതി സ്ത്രീയെ, എന്നെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടി അലവലാതി എന്ന്. ഇവർ ഈ കണ്ട തെറികളൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ അവര് പറയാണ്ടിരിക്കും? അത് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും അവരുടെ അടുത്ത് എനിക്ക് നന്നായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, പിന്നെ ഞാൻ പോട്ടേന്ന് വെച്ചിട്ടാണ്. കാര്യം അവരും ഞാനും തമ്മിൽ പിന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത പോലെയാവും. എന്തായാലും അത് വിട്ടേക്കാം, ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഈ മെസ്സേജ് അയക്കുന്നത്, ഈ കമന്റ് ഇടുന്നതെന്ന് പറയുന്നത് ഭയങ്കര എസ്സേ പോലെയാണ്. എന്തുവാ ഇത്? അപ്പൊ ഇവരുടെ തെരുവിൽ സഹിക്കാൻ വയ്യാതെ ഈ ദീപ്തി സീതത്തോട് നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അതുപോലെ സംസാരിക്കാൻ അറിയാൻ വയ്യാനായിട്ടൊന്നുമില്ല. ഞാൻ അവര് എന്ത് ചെയ്യാനാണ്, എന്ത് പറയാനാണ്? ഇവര് ഈ ദീപ്തി സീതത്തോട് എന്ന് പറയുന്ന അവര് ഇവരുടെ ഫേസ് അടക്കം വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു ദേഷ്യം ഈ പുള്ളിക്കാരിക്ക് ഇവരോട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വർക്ക് ചെയ്തിരുന്ന ഒരു കടയിലാണ്, ഒരു പലചരക്ക് കടയിലാണ് ഈ പെണ്ണുപിള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട്. ഭാര്യയും ഭർത്താവും ചെന്ന് അവരുടെ വീട്ടിൽ പോയി പൊക്കി, കടയിൽ പോയി പൊക്കി. അപ്പൊ ആ പുള്ളിക്കാരിയുടെ വീഡിയോ എടുത്തിട്ട് അന്നേരം അവരുടെ ആ ഓഞ്ഞ മോന്തെന്ന് കാണണമായിരുന്നു. എന്തോ ഒരു പാവത്തിനെ പോലെയാണെന്നറിയാം പെണ്ണുപിള്ള അവിടെ നിന്നത്. ആ വീഡിയോ എടുത്ത് അവര് പബ്ലിഷ് ചെയ്ത് അവർക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ഇവളുമാരെ പോലുള്ളവരെ ഒന്നും ഇങ്ങനെയൊന്നും വിട്ടിട്ട് വെറുതെ വിടാൻ പാടില്ല. ശരിക്കും പറഞ്ഞ അന്നേരം ഞാൻ വിചാരിച്ചു ഇവരങ്ങോട്ട് ഒതുങ്ങിയെന്ന്. പക്ഷെ ഒതുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടാ. അവര് നാണം കേട്ടിട്ട്, അവർക്ക് നാണം എന്ന് പറയുന്നത് സൈഡിൽ കൂടെ പോലും പോയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. അവര് വീഡിയോ ഇട്ടാലും കുഴപ്പമില്ല, അവർക്കെതിരെ എന്ത് ചെയ്താലും അവർക്ക് ഒരു കുഴപ്പമില്ല. എന്തൊരു തൊലിക്കട്ടയാണെന്ന് അറിയാവാ. ശരിക്കും പറഞ്ഞ ഒരു തുള്ളി പോലും അവർ ഒതുങ്ങിയിട്ടില്ല. ഇത്രയും വലിയൊരു വിഷവിത്തിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നേരിട്ട് പോലും ഒരു വെട്ടം പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരോട് ഇവർക്ക് ഇങ്ങനെ ഇത്രയും ദേഷ്യം വരാനോ അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് ഇടാനോ എന്ത് കാര്യമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെന്താണ് ഇങ്ങനെയെന്നത് ഇവര് നോക്കുമായിരിക്കും. ഇവരെ പറയുന്ന ചാനലുകാരെ എല്ലാരെയും പോയി നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട്. എനിക്കിട്ടും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചതാണ്. അപ്പൊ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവർക്ക് എന്തോ മാനസിക അസുഖമാണെന്ന് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമന്റ് കണ്ടപ്പോ മുതൽ ഞാൻ ഇങ്ങനെ ഓർമ്മി വെച്ചിരിക്കുക, ഇവരെ എന്തെങ്കിലും പറയാനൊരു അവസരം കിട്ടിയ ഇത് എടുത്തിടണമെന്ന്. അന്നേരം ഞാൻ വിചാരിച്ചു ഈ പറയട്ടെ തള്ളയോട് 4 പറയണമെന്ന്. ഇന്നാണ് അതിന് എനിക്കൊരു അവസരം കിട്ടിയത്. ഞാൻ ഇന്നത് തീർക്കും. ഞാൻ അവരോട് പക വീട്ടുവാണെന്ന് തന്നെ വിചാരിച്ചു. ഒരുപാട് പേര് ഈ പന്ന തള്ളേന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ദീപ്തി സീതത്തോടെന്ന് പറയുന്ന ആ പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ കല്യാണം നടന്ന ഓരോ ചാനലുകാരിടുമല്ലോ, അതിന്റെ അടിയിൽ വന്ന് ഈ തള്ള കമന്റ് ഇടലാണ്. ഇവരാണെങ്കിൽ പല കമന്റ്സും, ഒരു കമന്റ് ഒന്നും അല്ല കേട്ടോ, പല ചാനലിൽ പോയി പല കമന്റ് ആണ് പറയുന്നത്. ഈ പറഞ്ഞാൽ നമുക്ക് ആ കമന്റ് ഒക്കെ ഒന്ന് നോക്കാം. ഇവർ ഇതിന് മാത്രം കമന്റ് ടൈപ്പ് ചെയ്യാൻ എവിടെ സമയം കിട്ടുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തന്നെ വന്ന കമന്റ് കണ്ടില്ല, ഒരു എസ്സേ പോലെ. ഞാനത് വായിച്ചു തീർക്കാൻ പറ്റ പാടെ എനിക്ക് തന്നെ അതുപോലെയാണ് കമന്റ് വരുന്നത്. അതുപോലെ എന്തോരം ചാനലുകാർക്കാണ് ഈ കമന്റ് പോകുന്നത്. എന്തായാലും കമന്റ് ഇടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. കമന്റ് ടൈപ്പ് ചെയ്യണ്ടേ? രാവിലെ തുടങ്ങുന്നതാണ് തോന്നുന്നു ഫോണും കൊണ്ട് കമന്റ് ഇടാൻ. നമുക്ക് ഓരോരോ കമന്റ് ആയിട്ട് വായിക്കാം.
ഇതൊന്ന് കണ്ടു നോക്കാം ആദ്യം. അമ്മന്റെ കുഞ്ഞുമായിട്ടല്ല എല്ലാരും ചിരിച്ചു കാണിച്ച് എന്നെ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ദീപ്തിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്, അത് ദീപ്തിയുടെ സ്വന്തം കുഞ്ഞൊന്നുമല്ല. അത് ദത്തെടുത്താണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ആ കുഞ്ഞിന് അച്ഛനും അമ്മയും ഉണ്ട്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വളർത്താൻ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഈ ദീപ്തി അതിനെ വളർത്തും. ഇനിയിപ്പോ നാളെ ആ കുഞ്ഞിനെ അവർക്ക് വേണമെന്ന് വിചാരിച്ചാലും ദീപ്തി ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഇനി അഥവാ ആ കുഞ്ഞിനെ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ദീപ്തി തന്നെ ലീഗലി ദത്തെടുത്തിട്ട് ആ കുഞ്ഞിനെ ദത്തെടുത്തിട്ട് വളർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിനെയാണ് നിങ്ങളിപ്പോ കണ്ടത്. ഈ കുഞ്ഞിനെ പറ്റി കിളവി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് ആ കമന്റ് ഒന്ന് കാണാം. ഇതാണ് ആ കമന്റ്. സ്വന്തം കുഞ്ഞിനോട് താല്പര്യം തോന്നേണ്ട അമ്മയ്ക്ക് അത് തോന്നുന്നില്ലെങ്കിൽ വളർത്തുവാൻ കൊണ്ടുവന്ന ഇവരെങ്കിലും അത് കാണിക്കണ്ടേ. കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു ഷോ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടി ഇവരുടെ വീട്ടിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റത്തില്ല. ഒരു കുഴപ്പം പറ്റത്തില്ല. പക്ഷെ ചാനലുകാരുടെ മുന്നിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ. ചുമ്മാ ഓരോ പ്രഹസനവുമായിട്ട് ഇരുന്നിട്ട് ആളുകളെ സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ തലയിൽ കയറി നിരങ്ങും. ഇപ്പോ കല്യാണം കഴിഞ്ഞാലെങ്കിലും അവനുമായി കമ്പനി ഉണ്ടെന്ന് സമ്മതിക്കാമല്ലോ എന്ന്. അപ്പൊ അത് കണ്ടില്ലേ, ആ കല്യാണത്തിന് കൊച്ചിനെ കൊണ്ടുവന്ന് ഉമ്മ കൊടുപ്പിച്ചത് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ തള്ള പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറയുന്ന കേട്ടില്ലേ, ഇനിയെങ്കിലും ആ പയ്യനുമായിട്ട് അവൾക്ക് പണ്ടേ കമ്പനി ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ എന്ന്. അങ്ങനെ ഒരു ചോദ്യമാണ് ഈ പെണ്ണുമ്പിള്ള ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എനിക്ക് ചേച്ചിനോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ആ കൊച്ചിനെ എന്താണ് കല്യാണത്തിന്റെ അന്ന് ആ വീട്ടിൽ ഇട്ടിട്ട് വരണമായിരുന്നോ? കൊച്ചു അവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചോണ്ട് അവിടെ നിന്നേനേന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് വേറൊരുത്തനെ കെട്ടാൻ പോകുന്ന സമയത്ത് ഇതുപോലൊരു പൊടിക്കൊച്ചുണ്ടെങ്കിൽ ചേച്ചി ചിലപ്പോ ആ കൊച്ചിനെ കൊണ്ടുവരത്തില്ലായിരിക്കും. കാരണം ചേച്ചിക്ക് ആ മനസാക്ഷി ഇല്ലാന്ന് ഉറപ്പല്ലേ. പക്ഷെ ചേച്ചി കൊണ്ടുവരത്തില്ലായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഇവർക്കൊരു മകളുള്ളതാണ്, ഒരു പെൺകുട്ടി. അതിനെപ്പറ്റി എന്താണ് ഈ പരട്ടത്തുള്ള ആലോചിക്കാത്തത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് എന്താണ് ഇത്രയും കുരുപൊട്ടാൻ ഇതിനകത്തുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു കമന്റ് സെക്ഷൻ ഒന്നുമല്ല, പല കമന്റ് സെക്ഷനിൽ പോയിട്ട് ഇങ്ങനെ ഇതുപോലൊരു തോന്നിയാവസ്ഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത വീഡിയോ വന്ന ഒരു കമന്റ് ആണ് ദീപ്തിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ആ പയ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കമന്റ്. ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. എടി, വിവാഹം കഴിഞ്ഞ് വല്ലവന്റെയും കൊച്ചിനെ കൊണ്ടുവന്ന് ആഘോഷിച്ചത് നാട്ടുകാർക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവൾ അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തലച്ചോർ ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാരുടെ പ്രശംസ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ചെയ്യണം. നീ ഇതൊക്കെ അവൾക്കാണെങ്കിൽ ഈ കാമുകനുമായിട്ട് ഒരു പരിചയവുമില്ലാത്ത ഈ നാട്ടുകാരനാണെന്നും പറയരുത്. അവള് വലിയ സത്യവതിയാണ്. എന്തൊക്കെയാണ് ഈ കമന്റിൽ കാണുന്നതെന്ന് എനിക്ക് ഫുള്ള് വായിക്കാൻ പോലും പറ്റുന്നില്ല. ഉള്ള കാര്യം പറയാലോ. കണ്ടില്ലേ എന്തോരം കമന്റ് ആണെന്ന് അറിയാവേ. എനിക്കിത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വായിക്കാത്തത്. എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വായിച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്ത ഈ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് ഈ ദീപ്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് കല്യാണത്തെ സപ്പോർട്ട് ചെയ്ത് കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ വന്നാണ് ഇങ്ങനെയുള്ള ഉള്ള കമന്റ് ഒക്കെ ഇടുന്നത്. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് 2 കൊല്ലം ഇവര് എങ്ങാണ്ട് വീട്ടിൽ ഒരുമിച്ചാണ് താമസിച്ചത്. പിന്നെ നാട്ടുകാരും അയൽവാസികളൊക്കെ ഓരോന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവരിപ്പോ കല്യാണം കഴിച്ചത്. ആ ഒരു രീതിയാണ് ഇപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നത്. കഷ്ടപ്പെട്ട് ഒരാളെ പറ്റി ഇങ്ങനെ അപരാധം പറഞ്ഞുണ്ടാക്കുവാണ്. ഇനിയുണ്ട് അടുത്ത കമന്റ്. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ചാനലിൽ വന്ന കമന്റ് ആണ്. ഇവര് പറയുന്നത് ഇങ്ങനെയാണ്, 2 വർഷം ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നെന്നും അവര് തമ്മിൽ പാവങ്ങൾ, അവര് തമ്മിൽ കണ്ടിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറിയതെന്നും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ദീപ്തിയുടെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നി. ഈ ദീപ്തി എന്ന് പറയുന്ന സെക്കൻഡ് മാരേജ് ആണ്. ആ പയ്യന്റെ ഫസ്റ്റ് മാരേജ് ആണ്. ആദ്യത്തെ ആ ഒരു വ്യക്തി, ആ കല്യാണം കഴിച്ച ആദ്യത്തെ ഹസ്ബൻഡ് എന്ന് പറയുന്ന കള്ളുകൂടിയനായിരുന്നു. ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്ത് വന്നു. അപ്പൊ അതിൽ നിന്നും പുതിയൊരു ജീവിതം പുള്ളിക്കാരിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഈ കല്യാണം കഴിച്ച ആ പുള്ളിക്കാരനെ ഈ പുള്ളിക്കാരി വിളിക്കുന്നത് വാവേന്നാണ്. അപ്പൊ കുറെ കാലമായിട്ട് ഇവര് കൂടെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരിന്റെ അടുത്ത് എല്ലാരും കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന്. ഈ ദീപ്തിയുടെ ജീവിതത്തിലേക്ക് ഈ പയ്യൻ കടന്നു വന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ പുള്ളിക്കാരിയുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, അമ്മൂന്നെന്തോ പറയുന്ന ആ പുള്ളിക്കാരിയുടെ സഹോദരനാണ് ഈ വാവ. ഈ അമ്മുവായിട്ട് ഈ സഹോദരിയുമായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും നല്ല രീതിയിൽ ടേംസ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഈ സ്ഥലത്തേക്ക് വരികയും അങ്ങനെ കൂടെ കൂടിയതാണ് ഇവര്. പിന്നെ ദീപ്തിയുടെ താഴ്ചയിലും ഉയർച്ചയിലും എല്ലാം കൂടെ നിന്നു. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ അവർ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും നമുക്ക് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചൂടെ എന്ന്. അങ്ങനെ അവർ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ തള്ളയ്ക്ക് ചൊറിച്ചില്.
ഇവർക്ക് ഇതൊരു അവിഹിതമാക്കി മാറ്റണം. അതിനുള്ള പരിപാടിയാണ് ഈ തള്ള നോക്കുന്നത്. അപ്പൊ ഈ കമന്റിൽ കണ്ടില്ലേ, നല്ലവനായതുകൊണ്ട് ഈ ജീവിതം സന്തോഷപ്രദമായിരിക്കും, കള്ളു കുടിക്കാത്തവനായതുകൊണ്ട് അടിപൊളിയായിരിക്കും, ഏത് കുടിക്കാത്തവനാണെങ്കിലും ഇവരുടെ സ്വഭാവത്തിന് 6 മാസം തികച്ചു നിൽക്കത്തില്ലെന്നാണ് ആ തള്ള പറയുന്നത്. അപ്പൊ ഈ ചേച്ചിയുടെ സ്വഭാവം വെച്ച് ചേച്ചിയുടെ കൂടെ ആ ഒരു പട്ടിക്കുഞ്ഞു പോലും നിൽക്കത്തില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിചയമില്ലാത്തവരുടെ കമന്റ് ബോക്സിൽ കയറി ഇങ്ങനെ അലവലാതിത്തരം പറയുന്ന ഇവരെ പോലുള്ളവരെ കൂടെ ആര് നിൽക്കാനാ? അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചതല്ലേ, എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ, ഇനി അവനെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെയാണ്. നാട്ടുകാരെ അവിഹിതമല്ലെന്ന് അങ്ങ് കണ്ണടച്ച് വിട്ടേക്ക് തന്നു. അപ്പൊ ചേച്ചിക്ക് എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിലേഷൻ എന്ന് പറയുന്ന ഒരു അവിഹിതമാക്കി മാറ്റണമെന്നാണ്. പിന്നെ അവളുടെ അഹങ്കാരമൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, അവനിക്ക് നട്ടലില്ലെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കമന്റ്സ്. അപ്പൊ ഇത്രയും ഒരു വിഷമായിട്ടുള്ള ഒരു തള്ളേനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും ഒരുമാതിരി ഒരു പരിചയമില്ലാത്തവരുടെ പിന്നെ കമന്റ് ബോക്സിൽ കയറിയാണ് ഇങ്ങനത്തെ നാറിത്തരം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ദീപ്തി ആ പയ്യനും കൂടെ കല്യാണം കഴിച്ചതിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ചൊറിച്ചിലുണ്ട്. അത് എന്തിന്റെ കാരണത്തിലാണെന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ഇവർക്ക് ഈ ഫാമിലി വ്ലോഗേഴ്സിനോട് എന്താണ് ഇത്ര അസൂയെന്ന് എനിക്കറിയത്തില്ല. VRL ലവിനോടും അവരോടും കണ്ടില്ലേ എന്തൊക്കെ വൃത്തികേടാന്നറിയാം അതിന്റെ ആ ഒരു വീഡിയോന്റെ അടിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭയങ്കര കുശുമ്പാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇതിനകത്ത് ദീപ്തി എന്താണ് ഈ കല്യാണത്തിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരാളിനെ അത് ചാനൽ കാണുന്നവർക്ക് എന്തായാലും അറിയാം. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ആള് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി, അതിപ്പോ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു. സഹജീവികളോടുള്ള സ്നേഹം, പെങ്ങന്മാരോടുള്ള സ്നേഹം, കൂട്ടുകാരോടുള്ള സ്നേഹം, ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു നിന്നു പോകും. അങ്ങനെയൊരു കാരണം 2 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരുപാട് യാത്രകൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ ഒരു പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ആദ്യം കുറേ നാളിങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. പലർക്കും അറിയായിരിക്കും ഞങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുന്നത് ആളുടെ കസിനാണ്. പുള്ളിക്കാരിയുടെ കസിൻ വഴിയാണ് ഇവര് പരിചയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഒരു നല്ല വ്യക്തിയാണെന്ന് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരാളൊന്നുമല്ല കേട്ടോ, ഒരുപാട് പേര് ഇവര് തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഇവരുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഹാപ്പി മാരേജ് ലൈഫും ഒരുപാട് പേര് കൺഗ്രാറ്റുലേഷൻസും എല്ലാം പറയുന്നു. അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ വൃത്തികെട്ട നാറിയ കമന്റുമായിട്ട് ഈ റാണിയൊക്കെ വരുന്നത്. ഈ റാണിയൊക്കെ എന്ന് പറയുന്ന ഈ പെണ്ണുമ്പിള്ളയെ പിന്നെ നമ്മുടെ ഈ ദീപ്തി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരിയുടെ ചാനലിൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അവരുടെ വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ല. ഇവരുടെ വീഡിയോസ് ആരുടെയൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ അടിയിൽ വന്നാണ് ഇവരിങ്ങനെ കമന്റ് ഇടുന്നത്. ഇപ്പൊ ഇതിന്റെ അടിയിലും വരാൻ ചാൻസ് ഉണ്ട്. കാര്യം അവർ എന്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിന്റെ അടിയിലും വന്നിട്ട് പെണ്ണുപിള്ള കമന്റ് ഇടും, ഉറപ്പാണ്. അപ്പൊ ഇതിന്റെ അടിയിലും വന്ന് എന്തായാലും ഒരു വിഷം ചീറ്റിയിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ വീഡിയോസും ഇവരെ കുറിച്ച് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഇഷ്ടമല്ലാത്ത ഇപ്പൊ ഈ കല്യാണത്തിന്റെ വീഡിയോസോ ഒക്കെ വന്നിട്ട് അങ്ങനെ ആരെങ്കിലും ഇടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വന്നാണ് ഇവര് തെറി കമന്റ് ഇടുന്നത്. ഇപ്പൊ തെറിയല്ല, ഇച്ചിരി വൃത്തികെട്ട രീതിയിലുള്ള സംസാരമൊക്കെ ഇവര് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സമയം ഇതിന് വേണ്ടിയിട്ട്. ഈ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ തുടങ്ങുന്നതാണ് പുള്ളിക്കാരി ഫോണുമായിട്ട് ഇരിക്കാൻ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു വിധത്തിൽ എല്ലായിടത്തും കമന്റ് എത്തിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇതിനകത്ത് എന്ത് ലാഭമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. കാര്യം ഇവര് നേരിട്ട് ഒരു പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കും ഇവരെല്ലാരും. അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് ഫുള്ള് തെറിക്കമന്റും അല്ലാത്ത കമന്റ് ചെയ്യുന്നത് ഇവരെ ആര് ചെന്ന് ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? ഇവരിങ്ങനത്തെ കോപ്രായത്തരം കാണിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സ് ഇവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്തോ മാനസിക രോഗമാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഇവർക്ക് എന്ത് മനസ്സമാധാനമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എതിരെ എന്തോ കംപ്ലൈന്റ് ഒക്കെ വന്നിട്ട് പോലീസുകാരെ വാൺ ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. ഇവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് ഓരോരുത്തർ, ഇവരുടെ ജോലി സ്ഥലത്ത് ചെന്നിട്ടുണ്ട് ഓരോ. എന്നിട്ടും ഇവരുടെ ദുഷിച്ച സ്വഭാവം മാറുന്നില്ലെങ്കിൽ ഇവർ എത്രത്തോളം വിഷമുള്ള ഒരു സാധനമാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അത്രക്ക് വൃത്തികെട്ട സ്ത്രീയാണ്, ഒരു അള്ളിഞ്ഞ സാധനം. എന്നാലും ഇവരിട്ട വേറൊരു കമന്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് കാണാം. എന്തെങ്കിലും ആട്ടെ, ഈ കല്യാണമെങ്കിലും 6 മാസം തികച്ചുകൊണ്ട് നടന്നാൽ മതി. അവളുടെ അടിമയായിട്ട് ആ ചെറുക്കൻ നടന്നു. പിന്നെ വേറൊരു കാര്യം പറയുന്നത് പെൺപിള്ളേരായാലും അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നാൽ നമ്മൾ മിണ്ടാണ്ടിരുന്നോണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദീപ്തി എന്ന് പറയുന്ന പെണ്ണ് സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പുള്ളിക്കാരി ഒരുപാട് ടോർച്ചർ അനുഭവിച്ചിട്ടാണ് ആ ഒരു ലൈഫിൽ നിന്ന് കടന്നു വന്നത്. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ചാനലിൽ കൂടെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഈ പെണ്ണിനെ ഈ ഫസ്റ്റ് മാരേജ് ആണ്. ഈ ചെറുക്കൻ ഫസ്റ്റ് മാരേജും ഈ ദീപ്തി സെക്കൻഡ് മാരേജും ആണ്. അപ്പൊ ഫസ്റ്റ് മാരേജ് ആയിട്ടുള്ള ആ പയ്യൻ
എത്രത്തോളം അവരെ മനസ്സിലാക്കി, ഇവർ കൂടെ ഒരുമിച്ച് ഒരുപാട് നാളെ ഒരുമിച്ചുണ്ടായതാണ്. അതുകൊണ്ട് മനസ്സിലാക്കി അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ കല്യാണം കഴിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും അത് അവിടെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അവൻ അവളെ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ അവളിൽ കാണാതിരിക്കത്തില്ല. ശരിക്കും പറഞ്ഞ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ റാണിയക്ക എന്ന് പറയുന്ന സ്ത്രീയാണ് സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി അവളുടെ വീട്ടിൽ നിൽക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ പോയി മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ കയറി നേരങ്ങുമല്ല വേണം. ആ സ്വന്തം കൊച്ചിനെ കൂടെ പറയിപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരി പറയുന്ന കമന്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ജീവിതം നോക്കി നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരി സ്വന്തം ജീവിതമല്ലല്ലോ നോക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കി വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് എങ്ങാനും അവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുന്നതാണ് കള്ള പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിയെ പോലെ നാറിത്തരങ്ങളൊന്നും പറഞ്ഞല്ല ഇവര് ജീവിക്കുന്നത്. നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിച്ചാൽ പോകും. എന്തായാലും അവരുടെ മാനത്തിന് വിലയിടാൻ ചേച്ചി നിൽക്കണ്ട. ചേച്ചിയുടെ മാനത്തിന് വില ചേച്ചി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്നവരൊന്ന് ചേച്ചിയുടെ മാനത്തിന്റെ വില ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ വളരെ നല്ലതായിരിക്കും. ഈ റാണി ചേച്ചിയുടെ മാനത്തിന്റെ വില ഔട്ട് ഓഫ് 5 നിങ്ങൾ എത്ര കൊടുക്കുമെന്നൊന്ന് പറയണം. അതെനിക്കറിയണം. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടണം. ഔട്ട് ഓഫ് 5 എത്ര നിങ്ങൾ കൊടുക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിലയിടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈനസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇത്രയും വിലയില്ലാത്ത ഒരു സ്ത്രീയെ ഈ ലോകത്ത് കാണത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ പിന്നെ 1 പോലും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നെഗറ്റീവ് ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. നെഗറ്റീവ് ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ 0 ഇട്ടാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കമന്റ് ആണ് ഇവരെ കുറിച്ച് ഇവര് എല്ലാ കമന്റ് ബോക്സിലും വന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ രണ്ട് വ്യക്തികളുടെ കല്യാണം കഴിഞ്ഞ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷം ഒരു അറ്റാക്ക് ആണ് ഇത്. ലിറ്ററലി ഇതൊരു സൈബർ അറ്റാക്ക് തന്നെയാണ്. കേസ് കൊടുത്താൽ അകത്തിടാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ എന്നെ പറ്റി ഇവര് പറഞ്ഞ ആ ഒരു കാര്യങ്ങള് അത് പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. ഇവർക്ക് തോന്നുന്നത് ഇവര് പറയുന്നുണ്ടല്ലോ, എല്ലാവരുടെ കമന്റ് ബോക്സിലും കയറി പറയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു അവകാശവും ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്കെതിരെ ഇട്ട വീഡിയോ ഉണ്ട്. അതിനെ കുറിച്ച് ഞാൻ കുറച്ച് പറയാം. നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോയ്ക്ക് താഴെ ഞാൻ കമന്റ് ഇടുമോ? നിങ്ങളുടെ ചാനൽ ഇടാനോ പിന്നെ കാണാറോ ഇല്ല. എന്നെ പറയാൻ വരാൻ യാതൊരു അർഹതയും ഇല്ല തനിക്കെന്ന്. എനിക്കൊരു അർഹതയില്ലെന്ന് അവരെ പറയാം. അപ്പൊ ഈ കണ്ട വീഡിയോസ് ഒക്കെ ഈ ഫാമിലി വ്ലോഗേഴ്സ്, VRN ലവ് ആണെങ്കിലും ഈ ദീപ്തിയുടെ ആണെങ്കിലും ഇവർ തെറിക്കമന്റ് ഇടുന്ന എല്ലാ ചാനലുകാരും ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഇവർ പോയി ഈ താഴത്ത് കമന്റ് ഇടുന്നത്, തെറിക്കമന്റ്. ഇവർക്ക് ബോധമില്ല, പറയാനുള്ള ചിന്തിക്കാനുള്ള ഒരു ബോധമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരിപ്പൊ പറയുന്നത് എനിക്കൊരു അർഹതയില്ലെന്ന്. അപ്പൊ ഇവർക്കുണ്ടോ അർഹത? പിന്നെ തനിക്ക് വല്ലതും പറയണമെങ്കിൽ തന്റെ ഭർത്താവിനോടോ തന്റെ അമ്മയോടോ തന്റെ വീട്ടുകാരോടോ പോയി പറയാനില്ല. അത് എനിക്ക് പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അല്ല നീ പറഞ്ഞു തന്നിട്ട് വേണ്ട എനിക്ക് പറയാൻ, കേട്ടോ. പിന്നെ അവര് പറഞ്ഞത് നിന്റെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുമെന്ന്. ഏത് ചെവിക്കല്ല് അടിക്കുന്നു? ഈ ചെവിക്കല്ലാണോ അതോ ഈ ചെവിക്കല്ലാണോ? അതൊന്ന് പറഞ്ഞാൽ ആദ്യം. സത്യം പറഞ്ഞാൽ നിനക്ക് എന്റെ മുന്നിൽ വരാനുള്ള യോഗ്യത പോലുമില്ല. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ വേണം സംസാരിക്കാനെന്ന്. അപ്പൊ ഇവര് കാണിക്കുന്ന മര്യാദയുടെ ഭാഷയാണോ? ഇവരൊന്ന് അതൊന്ന് പറഞ്ഞതാ. നിങ്ങൾ സംസാരിക്കുന്നത് മര്യാദയുടെ ഭാഷയിലാണ് ഈ കാണുന്ന എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുന്നത്. ആദ്യം സ്വന്തം കണ്ണിലെ കരടെടുത്ത് കളഞ്ഞിട്ട് വേണം അന്യരുടെ കണ്ണിലെ കോലെടുക്കാനായിട്ട്, കേട്ടോ. അലവലാതി സ്ത്രീയെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് സ്ത്രീ ആയിരിക്കും? അതിനേക്കാളും വലുതെന്നല്ല പറയാനുള്ള എന്റെ എക്സ്ട്രീം ഉണ്ടല്ലോ, ആ ഒരു ഇത് വേണം നിങ്ങളോട് പറയാനായിട്ട്. അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. പിന്നെ ശരിയാണ്, എനിക്ക് നിങ്ങളെ പറയാൻ യോഗ്യതയില്ല. കാരണം ഞാൻ നാറും നിങ്ങളെ പറയുവാണെങ്കിൽ. അത് ശരിയാണ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്കൊരു യോഗ്യത ഇല്ല നിങ്ങളെ പറയാനായിട്ട്. നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാറും. ഇപ്പോഴും നാറിയിരിക്കുകയാണ് നിങ്ങളെ പറഞ്ഞിട്ട്. ഇനി വേണം പോയി ഒന്ന് കുളിക്കാനായിട്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ തള്ളേനെ കുറിച്ചുള്ള നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറഞ്ഞ നേരത്തെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്കോർ ഇടണമെന്ന് പറഞ്ഞാൽ അതും ഒന്ന് താഴത്തോട്ട് ഇടുക. ഔട്ട് ഓഫ് 5 നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം. എന്തായാലും ഈ അലവലാതി സ്ത്രീയോട് എനിക്ക് ഇനി ഒന്നും കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഇതിന്റെ അടിയിലും വന്ന് ഈ തള്ള പറയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.